മെല്ലെ പിടിച്ച് കെരിക്കോടാ. പേടിക്കണ്ടാ. നോക്കി പിടിക്കണേ. നമുക്ക് കളിക്കാം അച്ഛമ്മ. ഞാനെങ്ങും വരുന്നില്ല. നീ നിന്റെ അമ്മയുടെ അടുത്ത് പോയി കളിച്ചോ, അതാ നല്ലത്. നീ വല്ല പിച്ചക്കാരുടെയും പുറകെ പോയാ നിന്റെ അമ്മ എന്നെയല്ലേ വഴക്ക് പറയുന്നത്. എനിക്ക് ശ്യാമോള് മതി. സ്വന്തം ചോര എന്തായാലും എന്നെ തിരിഞ്ഞു കൊത്തില്ലല്ലോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? കൊച്ചു കുഞ്ഞിനോട് പറയേണ്ട ഭാഷയാണോ ഇതൊക്കെ? അതെന്താടി, ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഇതിലും കടുത്ത ഭാഷ നിന്റെ ഏട്ടത്തി എന്നോട് പറഞ്ഞല്ലോ, അത് നീ കേട്ടില്ലേ? അത് അമ്മ ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിച്ചതുകൊണ്ടാ. ആ സിറ്റുവേഷനിലെ ആരായാലും അങ്ങനെ പറഞ്ഞു പോകും. മതി സത്യ, ഞാനും എന്റെ മോനും രക്തബന്ധമല്ലെന്ന് പറഞ്ഞില്ലേ, അത് മതി. വാനു വാ. നമുക്ക് ഹൗസ് ബോട്ട് യാത്ര ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു പോയല്ലേ സത്യ? കുടുംബമായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാ. ഇതിപ്പോ കുടുംബമാകുമ്പോ ഇണക്കം പിണക്കൊക്കെ ഉണ്ടാവും. അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നവരൊക്കെ ഇവിടെ നിന്നാ മതി. എവിടെ നിന്നാ മതിയെന്നാ? ഈ ട്രിപ്പിലോ അതോ അമ്മയുടെ കുടുംബത്തിലോ? ഓ, എവിടെയായിരുന്നാലും. നമ്മള് വിച്ചുമോന്റെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ട്രിപ്പ് ആലോചിച്ചത് തന്നെ. പക്ഷെ അതെങ്ങനെയായി പോയല്ലോ ഇന്ദ്രേട്ടാ. നമ്മളെ തനിച്ചു വിടാതെ ഇതൊരു ഫാമിലി ട്രിപ്പാക്കി മാറ്റിയപ്പോ ഞാൻ വിചാരിച്ചത് അമ്മ നമ്മളുമായിട്ട് വീണ്ടും എടുക്കാൻ ശ്രമിക്കായിരിക്കുന്ന. അത് ഇന്ദ്രേട്ടന്റെ മനസ്സിലെ നിഷ്കളങ്കത കൊണ്ട് തോന്നുന്നതാ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. നമ്മൾ മാത്രമായിട്ട് പോയി സന്തോഷിക്കേണ്ടെന്ന് കരുതിയാ അമ്മ ഇതിലേക്ക് നുഴഞ്ഞു കയറിയത്. ഇന്നലെ നമ്മള് ഒരു മുറിയിൽ തങ്ങാൻ പോലും അമ്മ സമ്മതിച്ചില്ല. അത് കാശ് ലാഭിക്കാൻ വേണ്ടിയാണെന്ന് ഇന്ദ്രേട്ടന് തോന്നുന്നുണ്ടോ? അല്ല. എന്തായാലും അവരോടൊപ്പം കിടന്നുകൊണ്ട് ഇന്നലെ പുതിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പുതിയ എന്ത് കാര്യങ്ങൾ? അതൊക്കെയുണ്ട്. സമയമാവുമ്പോ ഞാൻ ഇന്ദ്രേട്ടനോട് പറയാം. ഇന്ദ്രേട്ടാ, എന്ത് വേണം? യാത്ര കണ്ടിന്യൂ ചെയ്യാൻ മൂടില്ലെങ്കിൽ നമുക്കിന്ന് തിരിച്ചു പോവാം. ഏയ്, അതൊന്നും വേണ്ട സത്യ. ഈ വഴക്കൊന്നും നമുക്ക് പുതുമയല്ലല്ലോ. ഇതൊക്കെ കുടുംബത്തിലെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ. വിച്ചുമോനോട് ബോട്ടിൽ പോവാന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ അതിന്റെ ത്രില്ലില്ല. വലിയവർക്കിടയിലെ ഇഷ്യൂ മക്കളെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ബോട്ട് ട്രിപ്പ് എന്തായാലും ക്യാൻസൽ ചെയ്യണ്ട. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ? ആദ്യം വല്ലതും കഴിക്കണം. മോനും വിശക്കുന്നുണ്ടാവും. അല്ല, അമ്മ എവിടെ? വാ സത്യ, വാനു. ആ ശരി ഹർഷേ, ഞാൻ പിന്നെ വിളിക്കാം. എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അധികം ഒഴിക്കണ്ടല്ലോ. ഇത് മതിയോ? കുറച്ചോ മതിയാ? വെള്ളം ഒഴിക്കും. ഇതുകൂടെ മതി കേട്ടോ, കൂടുതൽ ഓവറാക്കണ്ട. ഓവറാക്കണമെന്ന് വിനയം പറഞ്ഞോ? ഏയ് അതല്ല, വീട്ടുകാർ മൊത്തം ഉള്ളതല്ലേ, അവരെന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ടാ.
ഒരെണ്ണം കൂടെ ഒഴിക്കും. അയ്യോ ദാസങ്ങളാണല്ലോ. മിണ്ടല്ലേ. ഹലോ അങ്കിളെ. ആടെ രഘു, നീ എവിടെ? നമുക്ക് ആമയെ കാണാൻ പോണ്ടേ? അണ്ണൻ നിന്റെ കാര്യം ചോദിച്ചു. ആ അങ്കിളെ, ഞാനിവിടെ ഒരു പരിചയക്കാരനായിട്ട് സംസാരിച്ചോണ്ടിരിക്കാം. നീ പെട്ടെന്ന് വാ. ആമയെ കാണാൻ നമുക്ക് ഒരുമിച്ച് പോകണമെന്നാണ് അണ്ണൻ പറയണേ. ആമയെ വിളിച്ച് ടൈമും ഫിക്സ് ചെയ്തു. അതെ, ഞാൻ വരുന്നില്ല അങ്കിളെ. ആമയെ കാണാൻ ഞാൻ വന്നാൽ ശരിയാവില്ല. നിങ്ങൾ പോയി അവളോട് സംസാരിച്ചാൽ മതി. അതെങ്ങനെയാടാ? നീ പറഞ്ഞ എമൗണ്ട് അവൾക്ക് കൊടുക്കാൻ പോകുമ്പോ നീ കൂടെ വേണ്ടേ? അത് വേണ്ടങ്ങളെ. എന്റെ കയ്യിൽ നിന്ന് അവളിനി ഒന്നും വാങ്ങില്ല. എന്റെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് ഇപ്പം മടിയാ. പിന്നെന്തിനാ ഞാൻ വരുന്നത്? അപ്പോ ഞാനും അണ്ണനും പോയി കണ്ടാൽ മതി എന്നാണോ നീ പറയുന്നേ? അത് മതി നിങ്ങളെ. അതെ ശരിയാവൂ. ശരി, ഓക്കെ. എടാ, നിന്റെ അടുത്ത പരിപാടി എന്താ? അമ്പിളിയും മോളും കൂടെ ഉള്ളതാണ്, നീ അലമ്പാക്കരുത്. ഇല്ല, വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേ ഞാൻ അമ്പിളിയും മോളെയും കൂട്ടി പഞ്ചരത്നത്തിലേക്ക് പോവും. ആ, ചീരു വിനയന്റെ വീട്ടിലേക്ക് പോവും. അണ്ണൻ സമ്മതിച്ചെന്ന് തോന്നുന്നു. നീ അമ്പിളിയും ചിലപ്പോ കൂടെ പോകേണ്ടി വരും. ആ ആയിക്കോട്ടെ, ഞാൻ പോയിക്കോളാം. അങ്കിളും അമ്മാവൻ ആദ്യം ആമയെ കണ്ടിട്ട് വാ. ശരി, ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങും. അവിടെ കണ്ടിട്ട് ചിലപ്പോൾ നിന്നെ ഞാൻ വിളിക്കും. അപ്പം നീ ഫോൺ എടുത്തോളണം. ഏയ് എടുക്കാം അങ്കിളെ. അങ്കിൾ എപ്പോൾ വിളിച്ചാലും ഞാൻ എടുക്കും. ശരി, ഓക്കെ ഓക്കെ. ആ ഒരെണ്ണോട് ഒഴിച്ചേ. കുറച്ച് പോരെ? കുറച്ചുകൂടെ ഒഴി. മതിയോ? അവരൊക്കെ പോവാ. പപ്പേട്ട ഒരെണ്ണം കൂടെ ഒഴിച്ചേ. ആ ഇനി വേണോ? ഒഴിക്കങ്ങോട്ട്. ആ വേഗാവട്ടെ. അപാരം ഒന്ന് ഉഷാറാവണ്ടേ? കൂമ്പ് വാടി പോവേ. ഇനി എന്ത് വാടാനാ പപ്പേട്ട?